അമേരിക്കൻ ഭരണകൂടം സമ്മതിച്ചതിനേക്കാൾ എത്രയോ ഗുരുതരമായിട്ടുള്ള കേടുപാടുകളും അതേപോലെ തന്നെ പ്രത്യാഘാതവുമാണ് അമേരിക്കക്ക് ഉണ്ടായേക്കുന്നത് എന്നുള്ളതാണ് BBC തെളിവ് സഹിതം വിവരിക്കുന്നത്. ഈ അമേരിക്കയുടെ കുവൈത്ത്, അതേപോലെ തന്നെ സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, പിന്നെ അതേപോലെ തന്നെ ബഹ്റൈൻ, UAE ഈ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള US ബേസുകളുടെ ഇറാൻ ആക്രമണത്തിന് മുന്നേയുള്ള സാറ്റലൈറ്റ് ഇമേജും ഇറാൻ അറ്റാക്കിന് ശേഷമുള്ള സാറ്റലൈറ്റ് ഇമേജും വെച്ചിട്ട് തെളിവുകൾ നിരത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ BBC ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഒരു 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. ഇറാൻ അമേരിക്കയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അമേരിക്കക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സമയമെടുത്തു എന്നുള്ളതാ പറയുന്നത്. അതായത് ഇവരുടെ കയ്യിലുള്ള സോക്കോൾഡ് ഈ പറയുന്ന മിസൈൽ, ആന്റി മിസൈൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അവരുടെ ഈ പറയുന്ന ഡ്രോണുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ വർക്ക് ചെയ്യുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇതിന്റെ മുന്നേ തന്നെ വന്നിട്ടുള്ള വീഡിയോകളിൽ കാണുന്നുണ്ട് നമ്മൾ, അല്ലെങ്കിൽ റിപ്പോർട്ടുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന ബേസുകൾക്ക് എന്താണ് യഥാർത്ഥ, ചില ബേസുകളുടെ ഒക്കെ സാറ്റലൈറ്റ് ഇമേജ് മുന്നത്തത് കാണുന്ന സമയത്ത് വളരെ ക്ലീൻ ആയിട്ട് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കറക്റ്റ് നമുക്ക് കാണാം. അതിനുശേഷം കാണുന്ന ഇമേജ് മൊത്തത്തില് തകർന്ന് തരിപ്പണമായിട്ട് ഫുൾ കത്തി ഒരു ബ്ലാക്ക് കളറിൽ മൊത്തം ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഡിമോളിഷ്ഡ് ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഇമേജുകളാണ് അവർ കാണിച്ചേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അമേരിക്കക്ക് കിട്ടിയേക്കുന്ന ലോസ് എന്ന് പറയുന്നത് അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തു വിട്ടതോ അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല. ഇതൊക്കെ യഥാർത്ഥത്തില് കുറച്ച് കാണിച്ചിട്ട്, ആഘാതം കുറച്ച് കാണിച്ചിട്ട് നാണക്കേട് ഒഴിവാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളാ. പക്ഷേ BBC യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വിടുമ്പോഴാണ് എത്രത്തോളം നഷ്ടം, എത്രത്തോളം ടാർഗറ്റ് ഹിറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന US ബേസിൽ നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നേ. BBC റിപ്പോർട്ടില് അവരൊരു കാര്യം ഊന്നി പറയുന്നുണ്ട്. അതായത് ഇറാൻ പ്രിസിഷൻ ടാർഗറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് നേരെ നടത്തിയേക്കുന്നത് എന്നുള്ളതാ. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അതായത് ടോട്ടലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു തരത്തിലുള്ള മിലിറ്ററി പവർ അല്ല, ഞങ്ങൾ മിലിറ്ററി ജയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേറി ചെന്നിട്ട് ഇറാൻ കേറി മാന്തി വിട്ടേക്കുവാണ് യഥാർത്ഥത്തില്. അതായത് ഇറാന്റെ മുന്നില് അമേരിക്കൻ ബേസുകളുടെയും അമേരിക്കൻ ഈ പറയുന്ന ഇന്ധന ടാങ്കർ വിമാനങ്ങളുടെയും ഇവരുടെ ഈ ആന്റി മിസൈൽ ലോഞ്ചിങ് പാഡുകളുടെ ഒക്കെ ഇമേജസും അതിന്റെ പ്രിസിഷൻ, അതിന്റെ ഒരു പ്രിസിഷൻ പോയിന്റും അതിന്റെ ലൊക്കേഷനും സകല വിവരങ്ങളും യഥാർത്ഥത്തിൽ ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണണ്ടേ. ആ ഉള്ള ഡാറ്റ വെച്ചിട്ട് പോയിന്റഡ് അറ്റാക്ക്, പ്രിസിഷൻ അറ്റാക്കാണ് യഥാർത്ഥത്തില് അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ നടത്തിയേക്കുന്നത് എന്നുള്ളതാ. ഈ ആന്റി മിസൈൽ ഈ പറയുന്ന ലോഞ്ച് പാഡുകളും അതേപോലെ തന്നെ ആന്റി മിസൈൽ സംവിധാനങ്ങൾക്കൊക്കെ നേരെ ഇറാൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുടെ റഡാറുകൾക്ക് നേരെയും ഇറാൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അറ്റാക്കിന് അതിന്റെ മാക്സിമം ഡാമേജ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏതിനെ ആദ്യം തകർക്കണം, ഏതിനെ ആദ്യം ഇല്ലാണ്ടാക്കണം എന്നുള്ളത് ഇറാന് നല്ല വ്യക്തത ഉണ്ടായിരുന്നു എന്നുള്ളതാ. ആ വ്യക്തതയുടെ പുറത്താണ് യഥാർത്ഥത്തില് ആന്റി മിസൈൽ സംവിധാനങ്ങളെയും റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷൻസിനെയും ഒക്കെ ഇറാൻ അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഈ അറ്റാക്ക് എല്ലാം നടത്തി ഇതെല്ലാം തകർത്തതിന് ശേഷമാണ് പിന്നീട് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇറാന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അറ്റാക്ക് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്ക് നേരെ നടന്നിരിക്കുന്നേ. അല്ലാതെ ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെ ഇറാൻ ഒരു അറ്റാക്ക് നടത്തുന്ന സമയത്ത് അതിനെ എങ്ങനെ വന്നാലും അമേരിക്കയും UAE പ്രതിരോധിക്കേണ്ടതാ. എന്തുകൊണ്ട് ആ പ്രതിരോധം അവിടെ നിന്ന് ഉണ്ടായില്ല? കാരണം ഇറാൻ ആദ്യമേ തകർത്തിരിക്കുന്നത് ഈ പ്രതിരോധ സംവിധാനങ്ങളെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് BBC യഥാർത്ഥത്തില് ലിസ്റ്റ് ചെയ്ത്, അതായത് മുന്നേ എങ്ങനെയാണ് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് രണ്ടാമതും ഇറാന് നേരെ ഇനി ഒരു അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം റീബിൽഡിങ് യഥാർത്ഥത്തിൽ ഈ ബേസുകളിൽ അമേരിക്ക നടത്തണം എന്നുള്ളതിന്റെ ഒരു പിക്ചർ കിട്ടുന്നത്.
മാത്രമല്ല ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം അല്ലെങ്കിൽ പ്രൊജക്ട് ഫ്രീഡത്തിന് സൗദി അറേബ്യയുടെ ബേസ് ഉപയോഗിക്കേണ്ട ഗതികേട് എന്തുകൊണ്ട് അമേരിക്കക്ക് വന്നു എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓൾറെഡി അമേരിക്കക്ക് ഉള്ള ഈ ബേസുകളിൽ നിന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അമേരിക്കക്ക് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സൗദിയുടെ ബേസുകൾ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ പ്രൊജക്ട് ഫ്രീഡം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അമേരിക്ക പോയെന്നുള്ളതാണ്. പക്ഷെ അതിന് ആ ഒരു നടപടിക്ക് യഥാർത്ഥത്തിൽ സൗദി തടയിടുകയാണ് ചെയ്തേ. അപ്പൊ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയുള്ള തിരിച്ചടിയല്ല യഥാർത്ഥത്തില് ഇറാൻ അമേരിക്ക കൊടുത്തിരിക്കുന്നേ. വെറുതെ ഒന്നുമല്ല ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നേ പുല്ലുവില യഥാർത്ഥത്തിൽ ഇറാൻ കൽപ്പിക്കുകയും കൂടെ ചെയ്യുന്നേ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞങ്ങളെ അടിക്കാൻ, ഞങ്ങളെ തല്ലാനുള്ള വടി ഇനി നിങ്ങളുടെ കയ്യിലില്ല, അത് ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ അതും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞങ്ങൾ അത് നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഇറാന്റെ ബോധ്യത്തിൽ നിന്നിട്ടാണ് ഇറാൻ യഥാർത്ഥത്തിൽ ഈ കളി കളിക്കുന്നേ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം.